ശ്രീരാമായ നമോ നമ. സർഗം 31. വിദ്വജ്ജുഹ മായാപ്രകടനം. സീതാരാമഗുണ രാമപുണ്യ അരണ്യ നിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കപീശ്വരോ. അങ്ങനെ ശ്രീരാമസേന സുവർച്ചരാജലത്തിൽ എത്തി അവിടെ തമ്പടിക്കുന്നുവെന്ന് വിവരം ചാരന്മാർ രാവണനെ അറിയിച്ചു. പെട്ടെന്ന് ചെന്ന് എതിർത്ത് നശിപ്പിക്കാവുന്ന ഒന്നല്ല ആ കവികളുടെ വൻസേന എന്ന് മനസ്സിലാക്കിയ രാവണൻ ചെറുതായെന്ന് ആകുലപ്പെട്ടു. ഉടനെ തന്നെ മന്ത്രിമാരെ വേഗം നമുക്ക് മന്ത്രണം നടത്തണമെന്ന് അറിയിച്ചു. ദൂതന്മാർ അറിയിക്കപ്പെട്ട അവർ ഉടനെ തന്നെ ആ മന്ത്രിമാരെല്ലാം അവിടെ എത്തി രാവണൻ അവരുമായി കൂടിയാലോചന നടത്തി. പിന്നെ മന്ത്രിമാരെ പറഞ്ഞ ശേഷം രാവണൻ വേറൊരു പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. രാക്ഷസന്മാർക്കൊക്കെയുള്ള ഒരു രീതിയാണ്. നല്ല ബലം ഉണ്ടാവും അവർക്ക്, ബലം കൊണ്ട് കാര്യം നേടും. ബലം കൊണ്ട് കാര്യം നേടില്ല എങ്കിൽ അവിടെ ധർമ്മമൊന്നും നോക്കാതെ ഛലം, ബലമില്ലാത്തവർക്ക് ഛലം പ്രയോഗിക്കാം. എങ്ങനെയെങ്കിലും ഒരു കാര്യം നടത്തണം എന്നേ ഉള്ളൂ. ഛലം, കള്ളത്തരം ഉപയോഗിക്കാം എന്നാണ്. ആ ഛലത്തിന് ഒരുങ്ങാണ് ഈ രാക്ഷസേശ്വരൻ. ഉടനെ തന്നെ മായാവിയായ വിദ്യുജ്ജുഹൻ എന്ന രാക്ഷസനെ വരുത്തി. രാക്ഷസൻ രാവണ ഭവനത്തിലെത്തി മുമ്പിലെത്തിയപ്പോൾ, വരൂ നമുക്ക് ചെന്ന് സീതയെ കബളിപ്പിക്കാം. അതിനായി മായ കൊണ്ട് ശ്രീരാമന്റെ തലയും വലിയ വില്ലും ധാരാളം ശരങ്ങളും തയ്യാറാക്കണമെന്ന് ആജ്ഞാപിച്ചു. അപ്രകാരം വിദ്യുജ്ജുഹൻ സ്വമായ കൊണ്ട് ശ്രീരാമന്റെ മുറിഞ്ഞ കഴുത്തോടു കൂടിയ തലയും വലിയൊരു വില്ലും ശരങ്ങളും ചമച്ച് രാവണന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ സന്തുഷ്ടനായ രാവണൻ സ്വന്തം ആഭരണം തന്നെ അഴിച്ചെടുത്ത് പാരിതോഷികമായി നൽകി വിദ്യുജ്ജുഹൻ. വേഗം തന്നെ ആ നൈർദാധിപൻ, നൈർദൻ എന്ന് പറഞ്ഞാൽ രാക്ഷസൻ എന്നുള്ള അർത്ഥമാണ് സാധാരണ, രാക്ഷസേശ്വരൻ വിദ്യുജ്ജുഹനെയും കൂട്ടി സീതാദേവിയെ കാണാനുള്ള തിടുക്കത്തോടെ അശോകവനയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ അപ്പോൾ ദേവിയെ കണ്ടു. എങ്ങനെയാണ് ദേവിയുടെ സ്ഥിതിയെങ്കിൽ നിലത്ത് തല താഴ്ത്തി ശോകത്തോടെ ഇരിക്കുന്ന ദേവിയെ ആണ് കണ്ടത്. വാൽമീകിയുടെ വീണ്ടും 2-3 ഉപമകൾ പ്രയോഗിക്കുന്നു. ചുറ്റും ധാരാളം രാക്ഷസ സ്ത്രീകൾ വന്നങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. അപ്പൊ ആ രാക്ഷസ സ്ത്രീകളുടെ നടുക്കിരിക്കുന്ന സീതയെ 2-3 ഉദാഹരണങ്ങൾ പറയാണ്. പ്രളയമേഘക്കൂട്ടത്തിൽ അകപ്പെട്ട് ചന്ദ്രകല പോലെ ആണ് ദേവി ഉണ്ടായിരുന്നത്. മാംഗല്യത്തിനു വേണ്ടി മാത്രമായി കുറച്ച് ആഭരണങ്ങൾ, താലി, തോട മുതലായിട്ടുള്ള കുറച്ച് ആഭരണങ്ങൾ മാത്രം ധരിച്ച് കാറ്റിൽപ്പെട്ട പൂവള്ളി പോലെ ആയിരുന്നു ആ ദേവി. ഹർഷശോകങ്ങളുടെ അടിത്തട്ട് വരെ എത്തി. അഗാധത കൊണ്ട് നിശ്ചലയായോ എന്ന് തോന്നിപ്പിക്കുന്ന ഗംഗാപ്രവാഹം പോലെ. ഗംഗാപ്രവാഹം ധാരാളം വെള്ളം ഉണ്ടാവും, അങ്ങനെ അടിത്തട്ട് വരെ ചിലപ്പോൾ കാണാം. ധാരാളം വെള്ളം ഉണ്ടാകുമ്പോൾ ഒഴുക്ക് ഉണ്ടോ ഇല്ലയോ സംശയം തോന്നും, നിശ്ചലാണോ തോന്നും. പക്ഷെ അത്രയും പ്രവാഹം ഇങ്ങനെ അടിത്തട്ട് വരെ ഇങ്ങനെ കാണാവുന്ന അത്രയും ജലപ്രവാഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടോ ഇല്ലയോ അങ്ങനെ ഹർഷത്തിന്റെയും ശോകത്തിന്റെയും, രാമൻ ഇവിടെ എത്തി എന്നുള്ള ഹർഷം, ശോകം ഇനി എന്താവും എന്നുള്ള ആകുലത, ആ രണ്ടിന്റെ ഇടയില് അകപ്പെട്ട് അഗാധത കൊണ്ട് നിശ്ചലയായി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഗംഗാപ്രവാഹം പോലെ എന്നൊരു ഉദാഹരണമാണ് പിന്നെ കാണിക്കുന്നത്. രാവണൻ സീതാസമക്ഷമെത്തി അഹന്തയോടുകൂടി പറയാണ്, ഭദ്രേ, നീ ആരെയാണോ വിചാരിച്ച് ഈ സമയം വ്യർത്ഥമാക്കി കളയുന്നത്? ആ ഖരാന്തകൻ, എൻ്റെ അനിയൻ ഖരനെ കൊന്നില്ലേ, ആ ഖരാന്തകൻ കൊല്ലപ്പെട്ടു. നിന്റെ ഈ എന്നോടുള്ള അഹങ്കാരമൊക്കെ ഇതാ തകർന്നിരിക്കുന്നു. നീയെങ്കിലും എന്നെ പ്രാപിക്കൂ. ഘോരമായ വൃത്രവധ കഥ പോലെ അക്കഥ ഞാൻ വിസ്തരിക്കാം പറഞ്ഞ രാവണന്റെ ഒരു രചനയാണ് ഇവിടെ. ഒരു നാടക രചന വല്ല രാവണൻ കഥ ഉണ്ടാക്കണം. രാവണൻ വൻപടയുമായി കടൽ കടന്നു വന്ന് അസ്തമന നേരമായി. അത് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ വിശ്രമിക്കാൻ ഒരുങ്ങി. അവർ അവിടെ തന്നെ കിടന്നുറങ്ങി. ക്ഷീണിച്ച് അവരൊക്കെ അവിടെ കിടന്നുറങ്ങിയ സമയത്ത് അന്നേരം ഞാൻ അയച്ച വൻപട പ്രഹസ്തന്റെ നേതൃത്വത്തിൽ അവർക്ക് അടുത്തെത്തി വലിയ വലിയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. ആയുധങ്ങളുടെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ശതഘ്നികൾ, തോമരങ്ങൾ മുതലായിട്ടുള്ള ശൂലങ്ങളൊക്കെ പ്രയോഗിച്ചു.
അങ്ങനെ നാലാതരം ആയുധങ്ങൾ വർഷിച്ചു കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഉറങ്ങിക്കിടന്നിരുന്ന രാമന്റെ അടുക്കലെത്തിയ പ്രഹസ്തൻ അറുത്തെടുത്ത തലയിതാ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്റെ സൈന്യത്തെ എതിർക്കാൻ വന്ന വിഭീഷണൻ മരണപ്പെട്ടു കഴിഞ്ഞു. ലക്ഷ്മണൻ ഓടി രക്ഷപ്പെട്ടു. സുഗ്രീവന്റെ ഗീരിവ തന്നെ മുറിഞ്ഞു കിടപ്പായി. ഹനുമാന്റെ ഹനുവും. ജാമ്പുവാൻ മുട്ടിലിഴഞ്ഞ് മരണപ്രാളം കാട്ടുന്നു. മൈന്ദനും ദിവനും പ്രാണു വേണ്ടി പിടയുന്നു. പനസോയഥ. പനസനുണ്ടല്ലോ, പനസെന്ന് വെച്ചാൽ ചക്ക എന്നർത്ഥം. പ്ലാവിൽ നിന്ന് വെട്ടിയിട്ട ചക്കമാരിയായി എന്നാണ് പ്രയോഗം. ദധിമുഖന്റെ മുഖം രാക്ഷസ അരിഞ്ഞ് നുറുക്കി. കുമുദന്റെ ശബ്ദം നിലച്ചു. അങ്കദൻ രക്തം ഛർദ്ദിച്ച് അവശനായി പിടയുന്നു. എന്റെ ചന്ദ്രരംഗപ്പടയ്ക്ക് മുൻപിൽ ആ വാനരപ്പട ഒട്ടുങ്ങി. കുറെ പേർ കടലിൽ ചാടി, കുറെ പേർ നീന്തി രക്ഷപ്പെട്ടു. ചിലർ മാമരങ്ങളിലേക്ക് ചാടി മറഞ്ഞു, ചിലർ ആകാശത്തിലേക്ക് കുതിച്ചു. ഇങ്ങനെ അവരൊക്കെ തകർന്ന് തരിപ്പണായി എന്നുള്ളത്. എന്നിട്ട് പരമക്രൂരനായ രാവണൻ ബിന്ദുജൂക്കനോട് മുന്നിലേക്ക് വരാൻ പറഞ്ഞു. ആ രാക്ഷസൻ സീതയുടെ മുന്നിലെത്തി താൻ ഉണ്ടാക്കിയ മായാവസ്തുക്കൾ, ശ്രീരാമന്റെ മുറിഞ്ഞ തല, രക്തം ഒഴുകിക്കുന്ന തല ഒരു ഇലയിൽ കൊണ്ടുവച്ചു. അതിൻ്റെ അപ്പുറത്ത് വലിയ വില്ല്, കുറെ ശരങ്ങൾ. എന്താണ്ടായിച്ചാൽ അതങ്ങനെ സീതാദേവിയുടെ മുമ്പിൽ വെച്ച് സീതാദേവിയെ കണ്ടു. ആകെ വിഷമായെങ്കിലും നിമിഷം കൊണ്ട് ആ തല കാണാണ്ടേ, അപ്രത്യക്ഷമായി പോയി ആ തല. എന്നിട്ടോ രാവണൻ അത് കാണിക്കാത്ത വിധത്തിലാണ് വില്ലൊക്കെ എടുത്ത് ദേഷ്യത്തോടെ പറയണം. വില്ല് വലിച്ചത് ഇതല്ലേ നിന്റെ ഭർത്താവിന്റെ ആയുധം, പ്രഹസ്തൻ കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞത് ദേഷ്യത്തോടെ ആ വില്ല് വലിച്ചെറിഞ്ഞു. എന്നിട്ട് സീതയോട് പറയാം, നീയെങ്കിലും ഞാൻ പറഞ്ഞതേക്ക്, ഭവമേ വശാനുക, എന്റെ വശത്താവൂ, അതാണ് നിനക്ക് നല്ലത് എന്ന് പറയാണ് രാവണൻ. സീതയുടെ സമക്ഷം എന്തുണ്ടായി എന്നുള്ളത് അടുത്ത സർഗത്തിൽ കേൾക്കാം. ഹത്വായുദ്ധേന ശാസ്ത്രം ത്രിഭുവന വിഷമം വാമഹസ്തേന ചാപം ഭൂമൗ അഷ്ടഭ്യതിഷ്ഠൻ ഇതരവര ധൃതം ഭ്രാമയൻ ബാണമേകം ആരക്രോമാന്ത നേത്രാസ്ത്ര ശരദളിത വപക്കൂടി സൂര്യപ്രകാശ വീരശ്രീബന്ധുരംഗ ത്രിദശപതിനുത പാതുമാം വീരരാമ. പാതുമാം വീരരാമ. വീരരാമൻ നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ.